2023 ഒക്ടോബർ 7 ശനി. അന്നു പ്രഭാതത്തിലേക്ക് ലോകം മിഴി തുറന്നത് നടുക്കമുറ്റുന്ന ഒരു വാർത്ത കേട്ടുകൊണ്ടാണ്. ശാബത്ത് ദിനമായ ശനി ഇസ്രായേലിന് ദേശീയ അവധിയാണ്. ഒരാഴ്ച നീണ്ടുനിന്ന സുക്കോത്ത് ആഘോഷങ്ങളുടെയും അവധി ദിനത്തിൻ്റെയും ആലസ്യത്തിലാണ്ടതിനാൽ ഉറക്കം വിട്ടുണരാൻ നേരമാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇസ്രായേലിനൊപ്പം ലോകം തന്നെ നെട്ടലോടെ ഏറ്റുവാങ്ങിയ ആ വാർത്ത ഇതായിരുന്നു: ഇസ്രായേലിനു നേരെ ഹമാസിന്റെ മിന്നലാക്രമണം. പ്രാദേശിക സമയം 6:29. ഗസയുടെ മണ്ണിൽ നിന്ന് ഉയർന്നു പൊങ്ങിയ നൂറുകണക്കിന് റോക്കറ്റുകൾ ഇസ്രായേലിന്റെ ആകാശത്ത് അഗ്നിപ്രളയം തീർത്തു. അന്തരീക്ഷം തീഗോളങ്ങളാൽ ചുവന്നു തുടുത്തു. ഗസയുടെ അതിർത്തി പ്രദേശങ്ങളായ 13ഓളം ഇസ്രായേൽ അധിനിവേശ നഗരങ്ങളിൽ റോക്കറ്റുകൾ ലക്ഷ്യം തെറ്റാതെ പതിച്ചുകൊണ്ടിരുന്നു. തലങ്ങും വിലങ്ങും അപകട സൈറണുകൾ മുഴങ്ങി. പരിഭ്രാന്തരായ ജനം സുരക്ഷിത സ്ഥാനങ്ങൾ തേടി പരക്കം പാഞ്ഞു. ആനപ്പടയ്ക്കു നേരെ പാഞ്ഞെടുത്ത അബാബിൽ പക്ഷികൾ കണക്കെ ആകാശവീഥികളിലൂടെ പാരാഗ്ലൈഡറുകളിൽ ഫലസ്തീൻ പോരാളികൾ പറന്നിറങ്ങി. തലേനാളത്തെ ആഘോഷത്തിന്റെ അവസാന ഭാഗമായ സൂപ്പർനോവ സംഗീത നിശയിൽ പങ്കെടുത്തിരുന്ന ജനക്കൂട്ടത്തിൽ നുഴഞ്ഞുകയറി അവരവിടെ തീമഴയുതിർത്തു. 260 ആളുകളാണ് തൽക്ഷണം അവിടെ മരിച്ചു വീണത്. ഗസയുടെ അതിർത്തികളിൽ ഇസ്രായേൽ പണിതീർത്തിരുന്ന കൂറ്റൻ ഇരുമ്പ് വേലികൾ തകർത്ത് മോട്ടോർ സൈക്കിളുകളിലും കാറുകളിലും മറ്റുമായി പോരാളികൾ കുതിച്ചു മുന്നേറി. കടലിൽ നിന്ന് ബോട്ടുകളിൽ വന്നവരും വെടിയുതിർത്ത് നാശം വിതച്ചു നീങ്ങി. ഇസ്രായേലിന്റെ ടാങ്കുകളും സൈനിക വാഹനങ്ങളും അവർ പിടിച്ചെടുത്തു. അധിനിവേശ സൈനികരെ ബന്ദികളായി പിടികൂടി. നൂറുകണക്കിന് മിസൈലുകളാണ് ഇസ്രായേലിന്റെ തെക്കു പടിഞ്ഞാറൻ നഗരങ്ങൾ ലക്ഷ്യമാക്കി കുതിച്ചത്. മൊസാദ്, ഷിൻബത്ത് തുടങ്ങി ഇസ്രായേലിന്റെ പുകൾപെറ്റ മുഴുവൻ ചാരവലയങ്ങളെയും നോക്കുകുത്തികളാക്കി ഹമാസ് തൊടുത്തുവിട്ട മിസൈലുകൾ ഇസ്രായേൽ നഗരങ്ങളിൽ തീതുപ്പി. കണ്ണിമ വെട്ടാതെ കാവൽ നിന്നിരുന്ന മുഴുവൻ ചാര സംവിധാനങ്ങളും നിഷ്പ്രഭമായി പോയ ദിവസമായിരുന്നു അത്. ഇസ്രായേലിന്റെ അഭിമാനമായ അയൺ ഡോമുകൾ അനക്കമറ്റ ദിവസം. മൊസാദിന്റെ ചാരക്കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെട്ട ദിവസം. ലോകത്തിലെ ഒന്നാംകിട സൈന്യങ്ങളിലൊന്നായ IDF എന്ന അധിനിവേശ സേനയുടെ അഹങ്കാരത്തിന് തലക്കടിയേറ്റ ദിവസം. അത്യുഗ്രശേഷിയുള്ള ആയുധങ്ങളും ലക്ഷ്യവേദിയായ മിസൈലുകളും മികച്ച ആന്റി മിസൈലുകളും അത്യാധുനികമായ പ്രതിരോധ സന്നാഹങ്ങളും അപ്രതിരോധ്യമായ കവചിത വാഹനങ്ങളും ഇടയറ്റ രഹസ്യാന്വേഷണ ഏജൻസികളും നിഷ്പ്രയോജനകരമായ ദിവസം. ലോകത്തെ ഏറ്റവും സുരക്ഷിതമെന്ന് അഹങ്കരിച്ചിരുന്ന ഇസ്രായേലിന്റെ തലമണ്ടക്കേറ്റ കനത്ത പ്രഹരമായിരുന്നു തൂഫാനുൽ അക്സ എന്ന പേരിട്ട് ഹമാസ് നടത്തിയ മിന്നലാക്രമണം. 1.5 ദശാബ്ദക്കാലത്തിലേറെയായി കരയും കടലും ആകാശവും ഉപരോധിക്കപ്പെട്ട് വെള്ളവും വൈദ്യുതിയും സഞ്ചാര സ്വാതന്ത്ര്യവും നിയന്ത്രിക്കപ്പെട്ട് അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട് തുറന്ന ജയിലിൽ എന്ന പോലെ കഴിഞ്ഞിരുന്ന ഫലസ്തീനുകൾ ഉപരോധങ്ങളെ വകഞ്ഞുമാറ്റി കരയിലൂടെയും കടലിലൂടെയും ആകാശത്തിലൂടെയും ഒരേ സമയം നടത്തിയ ആക്രമണമാണ് തൂഫാനുൽ അക്സ. സ്വതന്ത്ര രാഷ്ട്രമെന്ന തങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതുവരെ ഇസ്രായേലിനും സ്വസ്ഥനിദ്രകൾ സാധ്യമാവില്ലെന്ന സന്ദേശമായിരുന്നു ആ മിന്നലാക്രമണം നൽകിയത്. ലോകമുള്ളിടത്തോളം കാലം ഇസ്രായേലിനു മറക്കാനാവാത്ത, അതേസമയം തന്നെ അവർ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത അഭിശപ്ത നിമിഷങ്ങളാണ് ഹമാസ് അവർക്ക് സമ്മാനിച്ചത്. ഹമാസാണ് ആദ്യം ആക്രമിച്ചതെന്നും പ്രകോപനം സൃഷ്ടിച്ചതെന്നുമായിരുന്നു ഇസ്രായേലിന്റെ ആരോപണം. യഥാർത്ഥത്തിൽ ദശകങ്ങളായി ഫലസ്തീൻ ജനത അനുഭവിച്ചിരുന്ന അതിക്രമങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കുമെതിരായ സുദീർഘമായ ചെറുത്തുനിൽപ്പ് പോരാട്ടങ്ങളുടെ സ്വാഭാവികമായ ഒരു ഘട്ടമെന്ന നിലയിലാണ് തൂഫാനുൽ അക്സ ഹമാസ് തുടങ്ങി വച്ചത്. അത് സൃഷ്ടിച്ച ഞെട്ടലിനെയും അങ്കലാപ്പിനെയും തുടർന്ന് ഓപ്പറേഷൻ അയൺ സോഴ്സ് എന്ന പേരിട്ട് ഗസയിൽ ഇസ്രായേൽ കടുത്ത പ്രത്യാക്രമണം കെട്ടഴിച്ചു വിട്ടു. ദിവസങ്ങൾ കൊണ്ട് ഗസയെ തകർത്തു തരിപ്പണമാക്കി ഹമാസിനെ എന്നേക്കുമായി ഇല്ലാതാക്കി ഫലസ്തീനിന്റെ അവസാന തുണ്ട് ഭൂമിയും തങ്ങൾക്ക് സ്വന്തമാക്കാമെന്ന അതിമോഹവും അഹങ്കാരവുമായാണ് ഇസ്രായേൽ ഗസയുടെ മണ്ണിൽ മനുഷ്യക്കുരുതിക്ക് തുടക്കമിട്ടത്. എന്നാൽ സയനിസ്റ്റ് രാഷ്ട്രത്തിന്റെ സകല സ്വപ്നങ്ങളും തല്ലിക്കെടുത്തി ഫലസ്തീനിലെ ചെറുത്തുനിൽപ്പ് പോരാട്ടം അതിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രോജ്വലമായ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നതാണ് ലോകം കണ്ടത്.